വീണ്ടും ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനൽ. ഇപ്പോൾ ഈ വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ 50 ഓവറിൽ. അതിൽ രണ്ടാം സെമി ഫൈനലിൽ ശക്തരായ ഓസ്ട്രേലിയനെ ശക്തരായ ഇന്ത്യ തോൽപ്പിച്ചു. 338 എന്നുള്ള റൺമല കയറ്റിയടിച്ച ഓസ്ട്രേലിയക്കെതിരെ ചേസ് ചെയ്ത് ഇന്ത്യ ജയിച്ച് ഫൈനലിലേക്ക് കയറി. ഇന്ത്യക്ക് വേണ്ടി 127 റൺസ് എടുത്ത് ജമീമ റോഡ്രിഗസ് ടോപ്പ് സ്കോററായി. ഓസ്ട്രേലിയക്ക് വേണ്ടി ലിച്ച്ഫീൽഡും ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യ ഫൈനലിൽ കയറി. ആദ്യ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണാക്കിയിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ കയറിയത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനലാണ് ഈ ഞായറാഴ്ച. സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായി ഫൈനലിൽ അധികം കളിക്കുന്നൊരു ടീമാണ്. പറയാൻ കാരണം ഇന്ത്യയിലെ പുരുഷ ടീം 2020 ഫൈനലിൽ നേരിട്ടത് സൗത്ത് ആഫ്രിക്കയാണ്. തോറ്റുപോയി സൗത്ത് ആഫ്രിക്ക. വുമൻസ് 2020 വേൾഡ് കപ്പ് ഫൈനൽ 2024 ന്യൂസിലാൻഡായിരുന്നു അവിടെ എതിരാളികൾ. ഫൈനലിൽ ന്യൂസിലാൻഡ് ജയിച്ചു, സൗത്ത് ആഫ്രിക്ക തോറ്റു. 2023 വിമൻസ് 2020 ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക വന്നിരുന്നു. എതിരാളികൾ ഓസ്ട്രേലിയ ആയിരുന്നു. അതിലും സൗത്ത് ആഫ്രിക്ക തോറ്റു. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് 2-3 വർഷമായിട്ട് സൗത്ത് ആഫ്രിക്ക ഫൈനലിലുണ്ട്. പക്ഷേ കപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രാവശ്യം എന്താവും നോക്കാം. ഞായറാഴ്ച ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ. എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഇന്ത്യക്കായിരിക്കും. ഇന്ത്യയിലാണ് ഫൈനൽ നടക്കുന്നത്. എന്നാൽ ശക്തരായ ഇംഗ്ലണ്ടിനെ തരിപ്പണാക്കിയാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അപ്പോൾ സാധ്യത അവർക്കും കൂടിയുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ഈ ഫൈനൽ ജയിച്ച് കപ്പടിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പറ്റുമോ നോക്കി നോക്കാം. പക്ഷേ നമ്മളെല്ലാവരും ഇന്ത്യ ജയിക്കണമെന്നാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യ തന്നെ ജയിക്കട്ടെ. പക്ഷേ സൗത്ത് ആഫ്രിക്ക ഓൾവേസ് ഫൈനൽ തോക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ കാര്യമില്ല, എതിരാളി ഇന്ത്യ ആണല്ലോ. അപ്പം ഇന്ത്യ ജയിക്കട്ടെ.